നമസ്കാരം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്ര വികസനം ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെയായിരിക്കും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുകയെന്ന ദേവസ്വം ചെയർമാൻ എ വി ഗോപിനാഥിന്റെ ഉറപ്പ്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ദേവസ്വം വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ക്ഷേത്ര നഗര വികസന സമിതിയുടെയും യോഗത്തിലാണ് ചെയർമാൻ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്. റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. പുന്നയിൽ താമസിക്കുന്ന ചാവക്കാട് MRRM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി റിഹാനാണ് പാമ്പ് കടിയേറ്റത്. കുട്ടിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം. പരാതിപ്പെട്ടിട്ടും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. തയ്യൂർ ആലുക്കൽ പാലത്തിന്റെ നിർമ്മാണത്തിനോടനുബന്ധിച്ചുണ്ടാക്കിയ താൽക്കാലിക നടപ്പാത കനത്ത മഴയിൽ കുത്തിയൊലിച്ചു പോയ സംഭവം. എത്രയും പെട്ടെന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന സാഹചര്യം ഒരുക്കണമെന്ന് CMP. യാത്രക്കാർ ഉപകാരപ്രദമായ രീതിയിൽ പുതിയ നടപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. പുന്നയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. പുന്നയിൽ താമസിക്കുന്ന ചാവക്കാട് MRRM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി റിഹാനാണ് പാമ്പ് കടിയേറ്റത്. ചിങ്ങനാത്തുപാലം റോഡിൽ KCB സബ്സ്റ്റേഷനടുത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ കൂട്ടുകാരോടൊപ്പം ട്യൂഷൻ ക്ലാസ്സിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. കാലിൽ എന്തോ തടഞ്ഞത് നോക്കിയപ്പോൾ പാമ്പ് കാലിൽ ചുറ്റിയിരിക്കുന്നതാണ് കണ്ടത്. ഉടനെ കാൽ കുടഞ്ഞപ്പോൾ പാമ്പ് തെറിച്ചുപോയിരുന്നു. പിന്നീടാണ് മുറിപ്പാട് കണ്ടത്. ഉടൻ ചാവക്കാട് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. 24 മണിക്കൂർ നിരീക്ഷണത്തിലാണെന്നും കുട്ടി സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രി അധികൃതർ അറിയിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി. പഞ്ചായത്തിന്റെ ആഹ്വാനപ്രകാരം വാർഡുകളിലെ വിവിധ പ്രദേശങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ കീഴിലുള്ള ICDS തൊഴിലുറപ്പ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, കുടുംബശ്രീ, VEO എന്നീ ഓഫീസുകളും കോട്ടപ്പുറം പോസ്റ്റ് ഓഫീസും കുടുംബശ്രീ പിങ്ക് കഫേയും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. പകർച്ചവ്യാധികൾ പകരുന്നത് തടയുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട പഞ്ചായത്ത് ഓഫീസിൽ തന്നെ മാലിന്യം കൂമ്പാരമായി കിടക്കുമ്പോൾ പ്രസിഡന്റ്, സെക്രട്ടറി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികാരികൾ ശുചീകരണ പ്രവൃത്തി നടത്താൻ തയ്യാറാകുന്നില്ല എന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈച്ചയും കൊതുകും പെരുകുന്ന അവസ്ഥയാണ് നിലവിൽ. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വീട്ടിലുള്ളവർക്കും ഓഫീസുകളിലെ ജീവനക്കാർക്കും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. മെമ്പർമാരുടെ പ്രതിഷേധം സെക്രട്ടറിയെ അറിയിച്ചെങ്കിലും സെക്രട്ടറി സ്ഥലത്തെത്തുവാനോ മെമ്പർമാരുമായി സംസാരിക്കുന്നതിനോ തയ്യാറായില്ല. പഴയ കെട്ടിടത്തിന് മുകളിലെ കമ്മ്യൂണിറ്റി ഹാളിലും മാലിന്യം കെട്ടിക്കിടക്കുകയാണെന്നും ഇവിടെ പരിശോധിക്കുന്നതിന് സെക്രട്ടറി അനുവദിച്ചില്ല എന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. തുടർന്ന് മെമ്പർമാർ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. ജനപ്രതിനിധികളോടുള്ള സെക്രട്ടറിയുടെ ധിക്കാരപരമായ നടപടിക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമാണെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ ഫ്രിജോ വടക്കൂട്ട്, മീന ശലമോൻ, റിജി ജോർജ്, MB വിജീഷ്, MR സജിത, ആനി ടീച്ചർ, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായും ഉദ്യോഗസ്ഥരുമായും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിച്ച് വരുന്നൊരു സമയമാണ് ഈ കാലഘട്ടം. ഇതിന് തൊട്ടടുത്തുള്ള വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവരുടെ ജീവന് പോലും ഒരു സുരക്ഷിതത്വം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിയോ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിന്റെ മുകളിലത്തെ ഭാഗം ഭക്ഷണം കഴിച്ച വേസ്റ്റുകളടക്കം ഇട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തന്നെ ഈ ബിൽഡിങ്ങിനകത്താണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒന്ന് വിളിച്ചു ഇവിടെ വരെ വന്ന് ഇതൊന്ന് കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് പോലും തയ്യാറാവാതെ പഞ്ചായത്ത് മെമ്പർമാരെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതിയുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ തീരുമാനിച്ചിട്ടുള്ളത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പഴയ കെട്ടിടത്തിന്റെ പിൻവശത്തെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മെമ്പർമാർ നടത്തിയ പ്രതിഷേധം പ്രഹസനമാണെന്ന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രബിത ബാലകൃഷ്ണൻ പറഞ്ഞു. കെട്ടിടത്തിന്റെ പുറകിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി സമ്പൂർണ്ണ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉറപ്പ് നൽകിയതാണ്. നിലവിൽ പരാതിക്ക് കാരണമായ പഴയ ബാത്റൂം ഉപയോഗശൂന്യമായി കിടക്കുന്നതാണ്. ഇതിനു പകരം ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകൾ പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്.
ഇത് കൃത്യമായി ബോധ്യമുണ്ടായിട്ടും പഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന മികച്ച വികസന പ്രവർത്തനങ്ങളെ കരിവാരിത്തേക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം നാടകീയമായ സമരങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും പ്രഭിത ബാലകൃഷ്ണൻ പറഞ്ഞു. ഇത് നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ പഴയ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ പ്രതിഷേധ സമരം വെറും പ്രഹസനീയമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പിൻവശത്ത്, പഴയ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്ത് കുറച്ച് വൃത്തികേടായിട്ട് തന്നെയാണ് പരിസരം കിടന്നിരുന്നത്. അത് നമ്മൾ കാണുകയും അത് വൃത്തിയാക്കാനായിട്ട് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വൃത്തിയാക്കാമെന്ന് ഉദ്യോഗസ്ഥർ മറ്റ് തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് വൃത്തിയാക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രതിപക്ഷാംഗങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായി ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്ര വികസനത്തിന്റെ ഭാഗമായി ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെയായിരിക്കും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുകയെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ ഉറപ്പ്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ദേവസ്വം വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ക്ഷേത്ര നഗര വികസന സമിതിയുടെയും യോഗത്തിലാണ് ചെയർമാൻ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയത്. സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ ശേഷം മാത്രം ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഭൂമി വിട്ടു നൽകേണ്ടി വരുന്ന വ്യാപാരികൾക്ക് അർഹമായ പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഇവർ വ്യക്തമാക്കി. വർഷം തോറും വർദ്ധിച്ചുവരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് കണക്കിലെടുത്ത് 50 വർഷത്തെ വികസന സാധ്യതകൾ മുൻനിർത്തിയുള്ള വികസന പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ദേവസ്വം അധികൃതർ ചൂണ്ടിക്കാട്ടി. എങ്കിലും വ്യാപാരികളുടെ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിച്ചുകൊണ്ട് മാത്രമേ പദ്ധതിയുമായി മുന്നോട്ടു പോകൂ എന്നും ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഈ മാസം 23-ന് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം ചേരും. ഇതിനുശേഷം വ്യാപാരികളുമായി വീണ്ടും ചർച്ച നടത്താനും യോഗത്തിൽ തീരുമാനമായി. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, തഹസിൽദാർമാരായ TA ഷാജി, PN സുരേഷ്, ചീഫ് എഞ്ചിനീയർ MV രാജൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, വ്യാപാരി പ്രതിനിധികളായ TN മുരളി, രമേശ് പുതൂർ, GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. തയ്യൂർ ആലുക്കൽ പാലത്തിന്റെ നിർമ്മാണത്തിനോടനുബന്ധിച്ചുണ്ടാക്കിയ താൽക്കാലിക നടപ്പാത കനത്ത മഴയിൽ കുത്തിയൊലിച്ചു പോയ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന സാഹചര്യമൊരുക്കുമെന്ന് CMP തയ്യൂർ ബ്രാഞ്ച് ആവശ്യപ്പെട്ടു. പ്രദേശവാസികൾ ആശ്രയിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിയിലേക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കും 3 കിലോമീറ്റർ ചുറ്റി പഴവൂർ വഴിയാണ് ഇപ്പോൾ പോകേണ്ടത്. അത്യധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ നടപ്പാത നിർമ്മിക്കണമെന്ന് ആലുക്കൽ പാലത്തിന് സമീപം നടത്തിയ പ്രതിഷേധ യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. CMP ജില്ലാ കമ്മിറ്റി അംഗം AT സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. KSYF ജില്ലാ സെക്രട്ടറിയും CMP ജില്ലാ കമ്മിറ്റി അംഗവുമായ AR രഞ്ജിത്ത്, ബ്രാഞ്ച് സെക്രട്ടറി AT ആന്റു, KSYF യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് റഷീദ്, ബ്രാഞ്ച് അംഗങ്ങളായ സുജീഷ്, സുധീഷ്, സുമേഷ്, DSF ജില്ലാ പ്രസിഡന്റ് ഗിൽസ് ദേവസി എന്നിവർ സംസാരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഭാര്യ കാർത്തിയേനി അമ്മയുടെ വീട്ടിൽ മോഷണം. രാത്രി മുറിയിൽ ഉറങ്ങുന്നതിനിടെ അകത്ത് കയറിയ മോഷ്ടാവ് കഴുത്തിലെ സ്വർണ്ണമാല വലിച്ച് പൊട്ടിച്ചെടുത്ത് ഓടി രക്ഷപ്പെട്ടു. മോഷണത്തിന്റെ പേടിയിലും ആഘാതത്തിലുമാണിപ്പോൾ 94-കാരിയായ കാർത്തിയേനി അമ്മ. കഴിഞ്ഞ ദിവസം പുലർച്ചെ 2:15 കൂറ്റനാട് ന്യൂ ബസാറിലെ സൗഹൃദ ഭവനിൽ കാർത്തിയേനി അമ്മയുടെ വീട്ടിൽ മോഷണം നടന്നത്. വീടിന്റെ അടുക്കളവാതിൽ തകർത്ത ശേഷം അകത്ത് കടന്ന മോഷ്ടാവ് മുറികളിലെല്ലാം അലമാരകൾ തുറന്നും ബെഡ്ഷീറ്റുകൾ വലിച്ചിട്ടും പരിശോധന നടത്തി. അമ്മയുടെ മരുന്നുകൾ സൂക്ഷിക്കുന്ന കവർ വരെ വലിച്ചിട്ട് പരിശോധന നടത്തിയ കള്ളൻ ഒന്നും ലഭിക്കാതായതോടെ ഉമ്മറ ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു. ഈ ഭാഗത്തെ മുറിയിലായിരുന്നു കാർത്തിയേനി അമ്മ ഉറങ്ങിയിരുന്നത്. മുറിയുടെ മുൻവശത്തെ സിറ്റൌട്ടിൽ അമ്മയുടെ മകൻ പ്രേമനും കിടന്നുറങ്ങിയിരുന്നെങ്കിലും ഇതിനരികിലൂടെ പതുങ്ങിയെത്തിയ മോഷ്ടാവ് മുറിയിൽ കടന്ന് ഉറങ്ങുകയായിരുന്ന അമ്മയുടെ കഴുത്തിലെ സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ച ശേഷം ഓടിമറയുകയായിരുന്നു. അമ്മയുടെ ഉറക്കെയുള്ള അലറിക്കരച്ചിൽ കേട്ട് മുറിക്ക് മുന്നിൽ കിടന്നുറങ്ങിയ മകൻ പ്രേമൻ ഞെട്ടി ഉണർന്നു നോക്കുമ്പോഴേക്കും അടുക്കളവാതിൽ വഴി മോഷ്ടാവ് ഇറങ്ങിയോടുന്ന അവ്യക്തമായ രൂപമാണ് കാണാനായത്. 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയത്. അമ്മ ഒറ്റയ്ക്കല്ലേ വെച്ചിട്ടേ 10-11 മണി വരെ ഞങ്ങൾ കിടക്കാണ്ട് അവിടെ ഉണ്ടായിരുന്നു. 11 മണിക്ക് ശേഷം അമ്മ അവിടെ കിടന്നു, ഞാനിവിടെയും കിടന്നു ഈ വരാന്തയിൽ. അത് കഴിഞ്ഞിട്ട് 2-2:15 ആകുമ്പോഴാണ് ഇത് പൊട്ടിച്ചത്. ഇവിടെ വന്നത് അത് വേറൊന്നും മടക്കളയിൽ ചെയ്തിട്ടില്ല. ഇതൊക്കെ അലമാരയൊക്കെ തുറന്നിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 2 അലമാരയും തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും കിട്ടാണ്ട് വന്നിട്ടിപ്പോഴാണ് ഇവിടേക്ക് വന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാനിവിടെ കിടക്കുക.
ഇനിയിപ്പോൾ എന്തെങ്കിലും ഇതാക്കിയോ അതോ എനിക്ക് അറിയില്ല. ഇത് അമ്മ കരയുമ്പോഴാണ് ഞാൻ എണീക്കണത്. എന്നിട്ട് ടോർച്ച് എടുത്തിട്ട് ഞാൻ പിന്നാലെ കൊണ്ടുപോയത്. അപ്പോഴേക്കും ഇയാൾ പോയിരിക്കണത് വഴി കൂടെ. അങ്ങനെ മാല അതിവേഗത്തിൽ വലിച്ചു പൊട്ടിക്കുന്നതിനിടെ ഇവരുടെ കഴുത്തിന് നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മോഷണത്തിന്റെ ഭയവും ആഘാതവും ഇതുവരെയായിട്ടും 94-കാരിയായ കാർത്തിയായനി അമ്മയെ വിട്ടുപോയിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനി കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഭാര്യയാണ് മോഷണത്തിനിരയായ കാർത്തിയായനി അമ്മ. ഹാർട്ട് പേഷ്യന്റായ അമ്മയ്ക്ക് മോഷണത്തിന്റെ ഞെട്ടലിൽ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന് മാത്രം. വീടിന്റെ അടുക്കള ഭാഗത്തെ വാതിലിന് പഴയ കാലത്തുള്ള മരത്തിന്റെ ലോക്കായതിനാൽ കള്ളന് വാതിൽ എളുപ്പം തുറന്ന് അകത്ത് കയറാനായി. സമീപത്തെ വീടിന്റെ CCTVയിൽ അകത്ത് കയറിയ മോഷ്ടാവ് ചെറിയ വെളിച്ചം ഉപയോഗിച്ച് മകനുറങ്ങുന്നത് നോക്കി ഉറപ്പുവരുത്തുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൂരെയുള്ള ദൃശ്യങ്ങളായതിനാൽ ഇതിൽ മോഷ്ടാവിന്റെ വ്യക്തമായ രൂപം ലഭിച്ചിട്ടില്ല. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ആദ്യം ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പ്രദേശത്ത് മുഴുവൻ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വീടിന്റെ പിറകുവശത്ത് നിറയെ പൊന്തക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. ഈ ഭാഗത്ത് അല്പദൂരം കാട് വകഞ്ഞു മാറ്റി മോഷ്ടാവ് അടുക്കള ഭാഗത്തെത്തിയ വഴി പകൽ ദൃശ്യമായിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും വീട്ടിൽ പരിശോധന നടത്തി. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയായതിനാൽ മോഷ്ടാവിന് വേണ്ടിയുള്ള തുടരന്വേഷണം തൃത്താല പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ വീടുകൾ കേന്ദ്രീകരിച്ചും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് നിലവിൽ പോലീസ് പരിശോധന പുരോഗമിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ആദ്യമായിട്ടാണ്. കാരണം കുറേ വർഷങ്ങളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ അമ്മ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഷോക്ക് നമ്മ ഇതുവരെ റിക്കവറി ആയിട്ടില്ല. അമ്മയ്ക്കിപ്പോഴും ആ ആളേനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ പിടിച്ച് വലിച്ച ആ ഷോക്ക് ആ സമയമാകുമ്പോൾ അമ്മയ്ക്ക് ഒരുതരം പേടിയും ഒരു ഞെട്ടലൊക്കെ വരുന്നുണ്ട്. അമ്മ ഇപ്പോഴും ഭക്ഷണം ശരിക്കും കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇപ്പോൾ താമസിക്കാൻ മൊത്തത്തിൽ പേടി തന്നെയാണ് ഇവിടെ. ഇങ്ങനെ ഒരു ഇതില്ലാതെ പെട്ടെന്നുണ്ടായപ്പോൾ അതൊന്ന് അതുകൊണ്ട് മോചനം നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കുറേ മുന്നേ ചേച്ചി ഇവിടെ താമസിച്ചിരുന്നു. ചേച്ചി ഉള്ളപ്പോഴും ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മുഴുവൻ KSRTC ബസ്സുകളിലും സൗജന്യ യാത്ര നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി നിത്യസാഗർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സോഫിയ ശ്രീജിത്ത്, മണ്ഡലം പ്രസിഡന്റുമാരായ അനിൽ മഞ്ചരമ്പത്ത്, വർഷ മണികണ്ഠൻ, രാജൻ തറയിൽ, സുഭാഷ് മണ്ണാരത്ത്, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു ശശീന്ദ്രബാബു, നഗരസഭാ കൌൺസിലർ കൃഷ്ണപ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരി സ്വദേശികളുടെ കലാസൃഷ്ടി 10 അടി ഉയരത്തിൽ ലോകകപ്പ് ട്രിയോണ്ട ഭീമൻ ഫുട്ബോൾ ശ്രദ്ധേയമാകുന്നു. ഫുട്ബോൾ ലോകകപ്പ് ആവേശം ഉയരുന്നതിനിടെ ചാലിശ്ശേരിയിൽ ഒരുങ്ങുന്ന 10 അടി ഉയരമുള്ള ഭീമൻ ട്രിയോണ്ട ഫുട്ബോൾ മാതൃക കായിക പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടുന്നു. ചാലിശ്ശേരി സ്വദേശി ഷൈജുവിന്റെ നേതൃത്വത്തിൽ പെരുമ്പിലാവിലെ ഫാൽക്കൺ മാളിലെ പ്രദർശനത്തിനായാണ് കലാസൃഷ്ടി തയ്യാറാക്കുന്നത്. ചാലിശ്ശേരി സിവിൽ സ്റ്റേഷന് സമീപം താമസിക്കുന്ന പൊട്ടിക്കുന്നത്ത് വീട്ടിൽ താമി തങ്ക ദമ്പതികളുടെ മകൻ ഷൈജു കഴിഞ്ഞ 30 വർഷമായി ചിത്രകലാരംഗത്ത് പ്രശസ്തനാണ്. മഴവിൽ മനോരമ, ഏഷ്യാനെറ്റ്, കൈരളി തുടങ്ങിയ ചാനലുകളിൽ മിമിക്രി കലാകാരൻ കൂടിയായ ഷൈജുവും കൂടെ കാട്ടകാമ്പാൽ സ്വദേശി സുബീഷും ഒറ്റപ്പിലാവ് സ്വദേശി സുരേഷും ചേർന്നാണ് ലോകകപ്പ് ഒഫീഷ്യൽ ട്രിയോണ്ട ഭീമൻ ഫുട്ബോളിന് രൂപം നൽകിയത്. ഷൈജു ഒരുക്കുന്ന ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മാതൃക കൂടിയാണിത്. ഇത് വേൾഡ് കപ്പിന്റെ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും വലുത് നമ്മൾ തീരെ ചെയ്തിട്ടില്ല, ആശാനം ചെയ്തിട്ടില്ല. ഇത് ടോട്ടല് 10 അടി ഉണ്ട്. ഇത് മെറ്റീരിയൽ നമ്മൾ ഇരുമ്പ് സ്ക്വയർ പൈപ്പ് വെൽഡ് ചെയ്തിട്ടാണ്. അതിൽ വെൽഡ് ചെയ്തിട്ട് ഷേപ്പാക്കി ഒരു പോളിഫോം ആയിട്ട് കവർ ചെയ്തു. എന്നിട്ട് ഇത് ഫോറക്സ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് പുട്ടിയിട്ട് ഫിനിഷ് ആക്കിയിട്ടാണ് നമ്മൾ വിനയിൽ ഒട്ടിക്കുന്നത്. ഇപ്പോഴും ഫിനിഷ് ആയിട്ടില്ല. അത് ഇതിന്റെ സെന്റർ കൂടെ ഇനി പെയിന്റ് വരാണ്ട്. ഇത് സുബി ഒരു മിനിറ്റ്, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്കുകൾ ചെയ്യാറ്. ഇപ്പോൾ ഒരാഴ്ചയിലേറെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പന്തിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടന്നത്. സ്ഥലപരിമിതി കാരണം ഷൈജുവിന്റെ സുഹൃത്തുക്കളായ പെരുമണ്ണൂർ തായ്ക്കാട്ട് വീട്ടിലെ ഉണ്ണിമോന്റെയും വൈശാന്തിന്റെയും തായക്കാട്ടിൽ റോയൽ ഹോളോബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇത്തരത്തിൽ ലോക ഫുട്ബോൾ മാതൃക ചെയ്യുവാൻ സൗകര്യം നൽകിയതിൽ സന്തോഷമാണെന്ന് വൈശാന്ത് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ നടക്കോ തോന്നിയില്ല, ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാറ്. അപ്പോ എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞു അത് എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്ഥല സൗകര്യങ്ങൾ മാറ്റി കൊടുത്തിട്ട് ഇവിടെ അവനൊരു ഫുട്ബോള് ഇതാക്കണം പറഞ്ഞു എന്നോട് വൈകിട്ട് വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് എന്തായാലും നല്ലൊരു ഫുട്ബോളല്ലേ പറഞ്ഞു. അങ്ങനെ ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങള് മാറ്റി കൊടുത്ത്
ഷൈജുവിന് ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഒരു ഫുട്ബോൾ വെക്കണം എന്നുള്ള ഇത് കണ്ടു നോക്കുമ്പോൾ ഞങ്ങൾക്കും ആദ്യം എന്തോ ഒരു ഇത് തോന്നി. പക്ഷെ പിന്നെ ഇതിന്റെ മാതൃക വന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ലോകകപ്പിന്റെ മാതൃക എല്ലാം കണ്ടിട്ടുള്ളൂ, പക്ഷെ ഫുട്ബോൾ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇരുമ്പ് കമ്പികൾ ഉപയോഗിച്ച് ഫ്രെയിം നിർമ്മിച്ച ശേഷം ഫുട്ബോളിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കി. ഏകദേശം 400 ചതുരശ്ര അടി ഫ്ലോറക്സ് ഷീറ്റ്, പോളിഫോം, വിനൈൽ സ്റ്റിക്കർ, പ്ലാസ്റ്റിക് പുൽ, പെയിന്റ് തുടങ്ങിയ സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഭീമൻ പന്ത് നിർമ്മിച്ചത്. 65,000 രൂപയോളം ചിലവഴിച്ചാണ് കലാസൃഷ്ടി യാഥാർത്ഥ്യമാക്കിയത്. ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ഫുട്ബോളിന്റെ രൂപവും ഡിസൈനും അതേപടി പകർത്തുന്ന രീതിയിലാണ് നിർമ്മാണം. പെയിന്റിംഗും ഫിനിഷിംഗ് ജോലികളും അവസാന ഘട്ടത്തിലായ ഈ ഭീമൻ ഫുട്ബോൾ പ്രദർശനവേദിയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാകുമെന്ന പ്രതീക്ഷയിലാണ് അണിയറ പ്രവർത്തകർ. ലോകകപ്പ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ഈ ദൃശ്യവിസ്മയം ഫുട്ബോൾ ആരാധകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആകർഷിക്കുമെന്നുറപ്പാണ്. പുന്നേർകുളത്ത് ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായുള്ള മിന്നൽ പരിശോധനയിൽ വാഹനത്തിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന നിരവധി നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. അണ്ടത്തോട് കുടുംബാരോഗ്യ കേന്ദ്രവും പുന്നേർകുളം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മിന്നൽ പരിശോധന നടത്തിയത്. ആൽത്തറ മുതൽ കുന്നത്തൂർ വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലായിരുന്നു ആരോഗ്യ പരിശോധന. ഈ സമയം മിനി ഗുഡ്സ് പിക്കപ്പിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയായിരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ആൽത്തറയിൽ നിന്നും പിടിച്ചെടുത്തത്. ഇവരിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കുകയും സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മറ്റ് സ്ഥാപനങ്ങളിലെ പരിശോധനയിൽ പിഴവ് കണ്ടെത്തിയതിനാൽ 9,000 രൂപ പിഴ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർ റോബിൻസൺ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ TR ഉണ്ണികൃഷ്ണൻ, KS സ്മിത, R രാഹുൽ കൃഷ്ണ, MLSP വൈഷ്ണവ് എന്നിവരും പഞ്ചായത്ത് വകുപ്പ് ജീവനക്കാരായ അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ, ക്ലർക്ക് അരുൺ, അജ്മൽ, IRTC കോർഡിനേറ്റർ ബബിത തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ ലോട്ടറി കടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കരിങ്ങനാട് കാളത്തൊടി വീട്ടിൽ അനീഷിനെയാണ് ടെമ്പിൾ SHO വിനോദ് വലിയട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മമിയൂരിലെ വസന്തം ലോട്ടറി കടയിലേക്കാണ് കഴിഞ്ഞ 5-ന് ഇയാൾ സ്ഫോടക വസ്തു എറിഞ്ഞത്. ഇതേ തുടർന്ന് കടയുടമയുടെ മകൻ അഭിനവിന്റെ കേൾവിശക്തിക്ക് തകരാർ സംഭവിച്ചു. മദ്യലഹരിയിൽ പടക്കക്കടയിൽ നിന്ന് വാങ്ങിയ ഗുണ്ടാണ് സമീപമുള്ള ലോട്ടറി കടയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. പാചകവാതക ഇന്ധന വില വർധനവിനെതിരെ പ്രതിഷേധവുമായി KCYM മറ്റം ഫൊറോനയിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കൂനമുച്ചി സെന്ററിൽ നടന്ന പ്രതിഷേധ സദസ്സ് KCYM മറ്റം ഫൊറോന ഡയറക്ടർ ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. KCYM ഫൊറോന പ്രസിഡന്റ് നിജിൽ ജോസ് അധ്യക്ഷനായി. ഫൊറോന ജനറൽ സെക്രട്ടറി എഡ്വിൻ ആന്റോ ആമുഖ പ്രഭാഷണം നടത്തി. ഫൊറോനയിലെ സംഘടനാ അംഗങ്ങളായ യുവജനങ്ങൾ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു. കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനം സമാപിച്ചു. 2 ദിവസങ്ങളിലായി എളവള്ളിയിൽ നടന്ന കേരള കർഷക സംഘം മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം എളവള്ളി സാമ്പത്തികോദ്ധാരണ സംഘം ഹാളിൽ സജ്ജമാക്കിയ PK പീതാംബരൻ നഗറിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. AK ഹുസൈൻ, ലതി വേണുഗോപാൽ, KV രാജേഷ് എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. KP അലി രക്തസാക്ഷി പ്രമേയവും സുമാ രമേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി VN സുർജിത് പ്രവർത്തന റിപ്പോർട്ടിന്റെയും ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് സംഘടനാ റിപ്പോർട്ടിന്റെയും അവതരണം നടത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TV ഹരിദാസൻ, MN സത്യൻ, CPIM ഏരിയ സെക്രട്ടറി PA രമേശൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി AK ഹുസൈൻ പ്രസിഡന്റ്, VN സുർജിത് സെക്രട്ടറി, K രാഗേഷ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. 2ാം ദിവസം പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി എളവള്ളി പാറ സെന്ററിൽ നിന്നും പ്രകടനം ആരംഭിച്ച് മമ്മായി സെന്ററിൽ സജ്ജമാക്കിയ TK ഭാസ്കരൻ നഗറിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AK ഹുസൈൻ അധ്യക്ഷനായി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ചാവക്കാട് ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ AKG സദനത്തിൽ ചേർന്ന സമ്മേളനം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ MLA NK അക്ബറിന് ചടങ്ങിൽ സ്വീകരണം നൽകി. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി T ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയ തൊഴിലാളികളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. മുതിർന്ന തൊഴിലാളികളെയും ആദരിച്ചു. ഫെഡറേഷൻ ഭാരവാഹി ജിനി രാധാകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അജിത് ഗുരുവായൂർ, EV ഉണ്ണികൃഷ്ണൻ, ശ്യാം തയ്യൽ, മണികണ്ഠൻ, സൗമ്യ വിരേഷ്, ജില്ലാ ഭാരവാഹികളായ KV ബിജു, സതീഷ് ചന്ദ്രൻ, അനീഷ് ഗുരുവായൂർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് മണികണ്ഠൻ, സെക്രട്ടറി കണ്ണൻ, ഗജാഞ്ചി സുരേഷ് ബാബു എന്നിവരെ തെരഞ്ഞെടുത്തു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു.
കെട്ടിട നിർമ്മാണ തൊഴിലാളിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുണ്ടന്നൂർ മുട്ടിക്കൽ വെള്ളക്കുന്ന് നഗറിൽ താമസിക്കുന്ന ചീരാത്ത് വീട്ടിൽ അജീഷാണ് ചികിത്സയിൽ കഴിയുന്നത്. ആഴ്ചയിൽ 2 തവണ ഡയാലിസിസ് ചെയ്യേണ്ടിവരുന്ന അജീഷിന് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ സാധിക്കൂ. ശസ്ത്രക്രിയയ്ക്കായി 55 ലക്ഷം രൂപ ചെലവ് വരും. കിടപ്പ് രോഗിയായ അമ്മയും പ്രായമായ അച്ഛനും ഭാര്യയും 5ഉം 7ഉം വയസ്സും മാത്രം പ്രായമുള്ള 2 പെൺമക്കളുമടങ്ങുന്ന അജീഷിന്റെ കുടുംബത്തിന് ഈ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ്. സ്വന്തമായി വീടില്ലാത്ത അജീഷ് സഹോദരിയുടെ വീട്ടിലാണ് കഴിയുന്നത്. കുടുംബത്തിന്റെ അത്താണിയായ യുവാവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. ഇതിനായി വാർഡ് മെമ്പർ പ്രബിത ബാലകൃഷ്ണൻ ചെയർമാനായും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PM സജി എന്നിവർ രക്ഷാധികാരികളായും ചന്ദ്രപ്രകാശ് ഇടമന ജനറൽ കൺവീനറായും ജിസൺ ചുങ്കത്ത് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കനിവുള്ളവർക്ക് ഭാര്യയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ നൽകാവുന്നതാണ്. ജാതിമത ഭേദമന്യേ അജീഷ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 55 ലക്ഷത്തിലധികം രൂപ വരുമെന്നാണ് ഡോക്ടർമാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ കുടുംബം വളരെ ദുരിതപൂർണമായ കുടുംബമാണ്. സാമ്പത്തികമായി ലൈഫ് പദ്ധതിയിലൂടെ വീട് കിട്ടുകയും ആ വീട് പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യവും, അതുപോലെ തന്നെ 2 പെൺകുട്ടികളാണ്. ഒന്ന് 5 വയസ്സും 7 വയസ്സുമായ പെൺകുട്ടിയും ഭാര്യയും വയസ്സായ അച്ഛനും അമ്മയുമാണ് ആ കുടുംബത്തിന്റെ താണിയാണ് അജീഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. അജീഷിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ജാതിമത ഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും സഹകരിച്ചുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നമ്മളൊരു സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അജീഷിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്ത് ആളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മളെല്ലാവരും നാട്ടുകാരെല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്നത്. പുന്നേരക്കുളം സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗം നടത്തി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയ പരിപാടിയിൽ പ്രസിഡന്റ് അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ നേതൃത്വത്തിൽ നൽകിവരുന്ന നാലാപ്പാട്ട് ബാലാമണി അമ്മ അവാർഡ്, മാധവിക്കുട്ടി അവാർഡ്, വായനാ ദിനത്തിൽ നൽകുന്ന N. അശോകൻ സ്മാരക അവാർഡ് എന്നിവയെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. സെക്രട്ടറി K. രാജേഷ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി കണക്കും അവതരിപ്പിച്ചു. MV ജോസ്, T. കൃഷ്ണദാസ് മാസ്റ്റർ, ഷാജു ചെറുവത്തൂർ, അബ്ദുൾ പുന്നേർക്കുളം, ദിനേശൻ വന്നേരി, PC ഷംസുദ്ദീൻ എന്നിവർ ചർച്ചകളിൽ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് അറയ്ക്കൽ ഉമ്മർ മാസ്റ്റർ, സെക്രട്ടറി ഡെറി പോൾ, ട്രഷറർ ഷാജൻ വാഴപ്പുള്ളി എന്നിവരടങ്ങുന്ന 17 അംഗ ഭരണസമിതിയെ യോഗം തെരഞ്ഞെടുത്തു. ചാലിശ്ശേരി SSC UP സ്കൂളിലെ 2026-27 അധ്യയന വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ ഉദ്ഘാടനം ചെയ്തു. MISC എഡ്യൂക്കേഷണൽ സൊസൈറ്റി കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ നവാഗതരെ സ്വീകരിച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ അബ്രഹാം യാക്കൂബ് പൂവത്തുമണ്ണിൽ, പ്രധാന അധ്യാപകൻ K. മുഹമ്മദ് സൽമാൻ, PTA പ്രസിഡന്റ് P. A. റഹിയാനത്ത്, റിജിൻ C. റിംസൺ, PV മഞ്ജുഷ, ഹന്ന P. കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം, കിഡ്സ് കോർണർ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളും നടത്തി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനായ കല്ലുംപുറം സെന്ററിൽ വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങൾ ആശങ്കയുണർത്തുന്നതായി കല്ലുംപുറം ക്രിസ്ത്യൻ കോർപ്പറേറ്റ് ഫെലോഷിപ്പ് അറിയിച്ചു. അപകടങ്ങൾ ഒഴിവാക്കാൻ അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അധികൃതർ, MLA, ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവർക്ക് സംഘടന നിവേദനം നൽകി. തൃശൂർ ജില്ലയിലെ കാട്ടകാമ്പാൽ, കടവല്ലൂർ പഞ്ചായത്തുകളിലെ ജനങ്ങൾ പാലക്കാട്, മലപ്പുറം ജില്ലകളിലേക്കുള്ള യാത്രകൾക്കായി പ്രധാനമായും ആശ്രയിക്കുന്ന കേന്ദ്രമാണ് കല്ലുംപുറം ജംഗ്ഷൻ. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന ഇവിടെ സമീപകാലത്ത് തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്നതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. അനിയന്ത്രിതമായ വാഹനത്തിരക്ക്, മതിയായ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെയും ട്രാഫിക് നിയന്ത്രണങ്ങളുടെയും അഭാവം എന്നിവയാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകട സാധ്യത കുറയ്ക്കാൻ ട്രാഫിക് സിഗ്നൽ, സ്പീഡ് നിയന്ത്രണ സംവിധാനങ്ങൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, തെരുവ് വിളക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി നടപ്പാക്കണമെന്ന് KCCF ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും മുൻനിർത്തി ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് കല്ലുംപുറം സെന്ററിലെ അപകട ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും KCCF ഭാരവാഹികൾ ആവശ്യപ്പെട്ടു.
കാറിന്റെ ബോണറ്റിനകത്ത് എഞ്ചിൻ റൂമിൽ പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടെന്നറിയാതെ ഉടമ കാർ ഓടിച്ചത് 2 കിലോമീറ്ററിലേറെ ദൂരം. മരുത്തംകോട് സ്വദേശി പ്രണവിന്റെ കാറിന്റെ ബോണറ്റിനകത്തായിരുന്നു പൂച്ചക്കുഞ്ഞുങ്ങൾ അകപ്പെട്ടത്. രാത്രിയിൽ അമ്മപ്പൂച്ച കുഞ്ഞുങ്ങളെ ബോണറ്റിനകത്ത് കൊണ്ടുവയ്ക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. ഇതറിയാതെ പ്രണവ് വണ്ടിയുമെടുത്ത് 2 കിലോമീറ്ററോളം പോയപ്പോഴാണ് വാഹനത്തിനുള്ളിൽ നിന്ന് ദയനീയമായ കരച്ചിൽ കേൾക്കുന്നത്. ഉടൻ തന്നെ പ്രണവ് വാഹനം നിർത്തി വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ എത്തിച്ച് 3 പൂച്ചക്കുട്ടികളെയും സുരക്ഷിതമായി പുറത്തെടുത്തു. ബോണറ്റ് തുറന്ന് ഏറെ പരിശ്രമിച്ചാണ് 3 പൂച്ചക്കുട്ടികളെയും പുറത്തെടുക്കാനായത്. വാഹനത്തിന്റെ യന്ത്രഭാഗങ്ങൾക്കിടയിൽപ്പെടാതെ 3 പൂച്ചക്കുഞ്ഞുങ്ങളെയും രക്ഷിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് വാഹനോടമ. ചാവക്കാട് പുത്തൻകടപ്പുറം GFUP സ്കൂളിൽ ഹരിത ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പെൻബോക്സ് പദ്ധതി സ്കൂൾ പ്രധാനാധ്യാപിക റംല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഉപയോഗശേഷം വലിച്ചെറിയാതെ മഷി തീർന്ന പേനകൾ പ്രത്യേകം തയ്യാറാക്കിയ പെട്ടിയിൽ സൂക്ഷിക്കുകയും പിന്നീട് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്യുന്നതാണ് പെൻബോക്സ് പദ്ധതി. കോർഡിനേറ്റർ സൈന ചായൂർ, MK സലീം, SK പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് വിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. ഇന്ദിര ചേച്ചിയുടെ ഭവന നിർമ്മാണത്തിന് കൈത്താങ്ങുമായി അവിയൂർ ജുമാഅത്ത് കമ്മിറ്റി. 4 വർഷമായി അവിയൂർ ജുമാഅത്ത് പള്ളിക്ക് പുറത്തുള്ള ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ജീവനക്കാരിയാണ് ഇന്ദിര. പള്ളിയിൽ സേവനം ചെയ്യുന്ന മറ്റ് ജീവനക്കാർക്ക് നൽകുന്ന അതേ ആനുകൂല്യങ്ങളാണ് ഇവർക്കും മഹല്ല് കമ്മിറ്റി നൽകുന്നത്. ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഭവന നിർമ്മാണത്തിലേക്കാണ് മഹല്ല് ധനസഹായം നൽകിയത്. വാർഡ് മെമ്പർ RP ബഷീർ, മഹല്ല് ഖത്തീബ് ഹസൻ ഫൈസി, ജലീൽ ഉസ്താദ്, മുഹമ്മദ് നബ്ഹാനി, മഹല്ല് പ്രസിഡന്റ് മുഹമ്മദ് അലി ഹാജി, സെക്രട്ടറി മുഹമ്മദ് മോൻ, യൂസഫ് ഹാജി, ഇബ്രാഹിം ഹാജി, കളത്തിൽ മുഹമ്മദ് ഹാജി, അലി വലിയകത്ത്, മൊയ്തുണ്ണി, ഷഹബീർ, ഗഫൂർ, ഷംസു എന്നിവർ സംബന്ധിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് മുൻ പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ ഗംഗാധരൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് യോഗം ചേർന്നു. മരത്തംകോട് വ്യാപാര ഭവനിൽ പ്രസിഡന്റ് MK ജോഷിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വാർഡ് മെമ്പർ ശങ്കരനാരായണൻ, KA അസി, സോണി സക്രിയ, KM വർഗീസ്, PA മുഹമ്മദ്, സിറ്റി റോഷൻകുമാർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി KK ഹമീദ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ദീർഘകാലം പന്നിത്തടം യൂണിറ്റ് പ്രസിഡന്റ് പദവിയിൽ സേവനം ചെയ്ത ഗംഗാധരൻ നായരോടുള്ള ആദരസൂചകമായി യൂണിറ്റിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും ഉച്ചവരെ അടഞ്ഞുകിടന്നു. പുനേർകുളം കൃഷിഭവൻ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി തൈകളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം നടത്തി. 2026-27 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചെണ്ടുമല്ലി തൈകളുടെ വിതരണം നടത്തിയത്. കൃഷിഭവൻ അങ്കണത്തിൽ രാവിലെ 11 മണിക്ക് നടത്തിയ ചടങ്ങിൽ തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ധർമ്മൻ, മെമ്പർമാരായ ഷീമൂദ് കാട്ടിശ്ശേരി, സീന സുരേഷ്, ഷിനൂദ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, കൃഷി ഓഫീസർ നയീമ നൌഷാദ് അലി എന്നിവർ സംസാരിച്ചു. സ്വന്തമായോ പാട്ടത്തിനോ 100 ചെണ്ടുമല്ലി തൈകളെങ്കിലും കൃഷി ചെയ്യുവാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. പുനേർകുളം കൃഷിഭവൻ അപേക്ഷയോടൊപ്പം 2026-27 വർഷത്തെ നികുതി രസീതിയും ആധാർ കാർഡിന്റെ പകർപ്പും ഗുണഭോക്തൃ വിഹിതമായ 1.5 രൂപയും നൽകി തൈ വാങ്ങിക്കാവുന്നതാണ്. പാട്ടത്തിന് കൃഷി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ പാട്ട ഉടമ്പടിയും സമർപ്പിക്കണമെന്നും കൃഷി ഓഫീസർ അറിയിച്ചു. വടക്കേ കോതച്ചിറ പൂവും പൂമ്പാറ്റയും ജനകീയ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സും ആദരിക്കലും നടത്തി. തൃത്തല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. K രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MP മണി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. തിലകം K വാര്യർ, രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കർഷകർ, ക്ഷീരകർഷകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. KU ജമാൽ സ്വാഗതവും UB ദിലീപ് നന്ദിയും പറഞ്ഞു. ഫിഫ വേൾഡ് കപ്പ് 2026-നോടനുബന്ധിച്ച് മമ്മയൂർ LFCUP സ്കൂളിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ആദ്യ ബോൾ കിക്ക് ഓഫ് ചെയ്ത് വാർഡ് കൌൺസിലർ KC സുനിൽ ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റർ രചനാ മത്സരം, ലോകകപ്പ് പ്രവചന മത്സരം എന്നിവയും നടത്തി. ക്ലാസ് തലത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ പോസ്റ്ററുകൾ സ്കൂൾ അങ്കണത്തിൽ പ്രദർശിപ്പിച്ചു. കുട്ടികൾ ഇഷ്ട ടീമുകളുടെ ജേഴ്സികൾ അണിഞ്ഞ് പതാകകളുമായി അണിനിരന്നു. PTA പ്രസിഡന്റ് AL ജോർജ്, പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ, ഡിന ഡാനിയൽ, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയും കടവലൂർ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും ചേർന്ന് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. കടവലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അഷ്റഫ് അധ്യക്ഷയായി. ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ നേത്രരോഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ PL ജിഷ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർമാരായ രജിത ആനന്ദൻ, രേഷ്മ, HMC മെമ്പർ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TS മണികണ്ഠൻ സ്വാഗതവും ഫാർമസിസ്റ്റ് അൽസൽന നന്ദിയും പറഞ്ഞു. ആയുർവേദ ആശുപത്രിയിൽ നിന്നെത്തിയ ഡോക്ടർമാരും ഒപ്റ്റോമെട്രിസ്റ്റും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കടങ്ങോട് ഇന്ദിരാ പ്രിയദർശിനി കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ 4-ാം വാർഡിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ അധ്യക്ഷത വഹിച്ചു. മജീദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ആന്റണി മാസ്റ്റർ, ബൂത്ത് പ്രസിഡന്റ് ജനാർദ്ദനൻ, UDF ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് OS വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ്മൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ 2025-26 മികച്ച ഡിസ്ട്രിക്ട് സെക്രട്ടറി അവാർഡ് അഡ്വക്കേറ്റ് ലിജി ജിമ്മിക്ക് ലഭിച്ചു. വൈസ്മൻ ഇന്റർനാഷണൽ വെസ്റ്റ് ഇന്ത്യ റീജിയന്റെ മികച്ച ഡിസ്ട്രിക്ട് ഗവർണർ അവാർഡ് ബിന്ദു അപ്പുമോനും കരസ്ഥമാക്കി. പുനേർകുളം മണ്ടത്തോട് പ്രോഗ്രസ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ SSLC+2 CBSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പുനേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ, പഞ്ചായത്ത് മെമ്പർ സെമീര സക്രിയ, ചാവക്കാട് ബ്ലോക്ക് മെമ്പർ ലതിക തുളസീദാസ്, കരിയർ ഗൈഡൻസ് അധ്യാപകർ E ജാഫർ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രസ് സ്റ്റഡി സെന്റർ പ്രധാന അധ്യാപകൻ ഹിജാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഫർഹാൻ കാസിം സ്വാഗതവും സൈഫുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,875 രൂപ, പവന് 1,11,000 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം. കിഴൂർ മന്നംപുത്തൂർ ഗോപാലകൃഷ്ണൻ ഭാര്യ പത്മാവതി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടത്തി. രമേശ്, രാജേഷ്, രജിത എന്നിവർ മക്കളാണ്. ഞമനേങ്ങാട് കരുവമ്പായി കദളിയിൽ ദിനേശൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ നഗരസഭ വാതക ശ്മശാനത്തിൽ നടത്തി. പരേതയായ ഭാരതി ഭാര്യയും ദീപ, ജിഷ, ദിലീപ് എന്നിവർ മക്കളുമാണ്. പുനേർകുളം മന്നലാംകുന്ന് സെന്ററിന് പടിഞ്ഞാറ് ഭാഗം ജലാലിയ മസ്ജിദിന് സമീപം താമസിക്കുന്ന പരേതനായ തേച്ചൻപുരയ്ക്കൽ പോക്കർ മകൻ അബ്ദുൾ റസാഖ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. ഖബറടക്കം മന്നലാംകുന്ന് കുന്നത്തെ പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ഖദീജയാണ് ഭാര്യ. അബ്ദുൾ റസീഖ്, റിയാസ്, ഷൈമ എന്നിവർ മക്കളാണ്. കുന്നംകുളം ശാന്തിനഗർ പരേതനായ ഇമ്മട്ടി കൊച്ചുകുഞ്ഞൻ ഭാര്യ സാറാമ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളി സെമിത്തേരിയിൽ നടത്തും. അനിൽ, സുനിൽ, ബിനിൽ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്ര വികസനം ആരുടെയും കണ്ണുനീർ വീഴ്ത്താതെയായിരിക്കും 100 മീറ്റർ ഭൂമി ഏറ്റെടുക്കുകയെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥിന്റെ ഉറപ്പ്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ദേവസ്വം വിളിച്ചു ചേർത്ത വ്യാപാരികളുടെയും ക്ഷേത്ര നഗര വികസന സമിതികളുടെയും യോഗത്തിലാണ് ചെയർമാൻ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയത്. റോഡിലെ വെള്ളക്കെട്ടിൽ നിന്നും വിദ്യാർത്ഥിക്ക് പാമ്പ് കടിയേറ്റു. പുന്നയിൽ താമസിക്കുന്ന ചാവക്കാട് MRRM സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി റിഹാനാണ് പാമ്പ് കടിയേറ്റത്. കുട്ടിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം. പരാതിപ്പെട്ടിട്ടും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. തയ്യൂർ ആലുക്കൽ പാലത്തിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ചുണ്ടാക്കിയ താൽക്കാലിക നടപ്പാത കനത്ത മഴയിൽ കുത്തിയൊലിച്ചു പോയ സംഭവം. എത്രയും പെട്ടെന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന സാഹചര്യം ഒരുക്കണമെന്ന CMP. യാത്രക്കാർ ഉപകാരപ്രദമായ രീതിയിൽ പുതിയ നടപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.